എവിടെയെല്ലാം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ, ആരെല്ലാം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ബലിയിൽ പങ്കെടുക്കുന്നുവോ, ആ സമയത്ത് സാത്താന് തല തകർക്കപ്പെടും. രണ്ട്, ഒരു പെരുമഴ, അതായത് പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന പെരുമഴ പെയ്തിറങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. എവിടെയെല്ലാം പരിശുദ്ധ ബലിയർപ്പണം കഴിയുന്നുവോ അത് കഴിയുമ്പോൾ അവിടെ ഒരു പെരുമഴ പെയ്തിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലായിരിക്കാം, നമുക്കൊന്നും പക്ഷെ അവിടെ സംഭവിച്ച് 100% ഉറപ്പാണ്. എവിടെയെല്ലാം കാൽവരി ബലിയർപ്പണം നടക്കുന്നുവോ അതേ തുടർന്ന് അവിടെ ഒരു അഭിഷേകം നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ. ഇവിടെയൊക്കെ ഒരുപാട് ബലിയർപ്പണങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. കർത്താവിന്റെ അപ്പോസ്തലന്മാര്, കർത്താവിന്റെ പുരോഹിതര് ബലിയർപ്പണം നടന്നു കഴിയുമ്പോൾ ഒന്ന് സാത്താന്റെ ശക്തിയെ ബന്ധിക്കപ്പെട്ടിരിക്കും. രണ്ടാമത് സംഭവിക്കുന്ന ഒരു പെരുമഴ പെയ്തിറങ്ങും. ഇസ്രായേൽ മുഴുവൻ പെരുമഴ പെയ്തിറങ്ങി. ഇത് കാണിക്കുന്ന ഭാവിയിൽ ഈശോ മിശിഹായുടെ കാൽവരി ബലിയർപ്പണം കഴിയുമ്പോൾ സാത്താന്റെ തല തകർക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ ദൈവജനം നനയപ്പെടുകയും ചെയ്യുന്നതിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാകുന്ന പെരുമഴ പെയ്തിറങ്ങുക. ആ പെരുമഴ ഇന്നും പെയ്തുകൊണ്ടിരിക്കുക. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ. ഇന്നും പെയ്തുകൊണ്ടിരിക്കുക. സഭ മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുക. അത് ആർക്കും നിർത്താൻ പറ്റില്ല, ആർക്കും നിർത്താൻ പറ്റിയല്ലോ. പക്ഷേ ഈ പെരുമഴ പെയ്തിറങ്ങുമ്പോൾ ഈ പെരുമഴ എനിക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ അനുദപിക്കണം. യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റുപറയണം. യേശുവാണ് എന്റെ ദൈവം എന്ന് പറയണം. യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഏറ്റുപറയണം. യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ സ്നേഹിക്കണം, യേശുവിൽ ആശ്രയിക്കണം. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ. റോമാലേഖനം 10:9-10 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഇത്രയും ക്ലാസ് എന്റെ ഉള്ളടക്കം നിർത്തുന്നതാണ്. നിങ്ങൾ കുർബാനയിലേക്ക് പോകണം. പരിശുദ്ധ കുർബാന അർപ്പണം, കർത്താവിന്റെ കാൽവരി ബലി. ആ ബലിയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താന്റെ ശക്തി നിങ്ങൾ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സമയം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കണം, സ്തുതിക്കണം. ഇവിടെയൊക്കെ ബലിയർപ്പണം കഴിയുമ്പോൾ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കണം, അറിഞ്ഞ് സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ്, 100% സംശയിക്കൊന്നും